ഹായ് ഹലോ വെൽക്കം ബാക്ക്. എല്ലാവർക്കും ഇപ്പോൾ ഇഫ്താറിൻ്റെ സമയത്ത് എണ്ണയിൽ മുക്കിപ്പൊരിക്കുന്ന സ്നാക്കുകളോട് അത്ര താല്പര്യം പോരല്ലോ. എന്നാൽ നമുക്ക് കുറച്ച് എണ്ണ ഉപയോഗിച്ച് ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുത്താലോ. എളുപ്പമാണ് കേട്ടോ. അതിനായിട്ടൊരു 100 ഗ്രാമോളം ബോൺലെസ് ചിക്കൻ ഞാൻ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിനെ ഒരുപാട് സമയം വെച്ചിരിക്കുന്ന പരിപാടിയൊന്നുമില്ല കേട്ടോ. ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഈ ചിക്കൻ ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എന്ന് വെച്ചാൽ ഒരുപാട് ബ്രൗൺ കളറാക്കി എടുക്കരുത്, അത്യാവശ്യം നന്നായിട്ടൊന്ന് മുരിച്ചെടുത്താൽ മതിയേ. ഇനി നമുക്ക് ആ സെയിം പാനിലേക്ക് ആ ബാക്കിയുള്ള ഓയിലിലേക്ക് തന്നെ ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞതിനെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു പച്ചമുളക് മുറിച്ചത്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ഈ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു കളറിന് വേണ്ടി ഇരുന്നോട്ടെ. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് കുറേശ്ശെ വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് മസാലയുടെ പച്ചമണമെല്ലാം മാറിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ഉണ്ടല്ലോ, അതിനെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മല്ലിയില ചേർത്ത് കൊടുക്കുക. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ ചേർക്കണ്ട കേട്ടോ. അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഫില്ലിങ് കവർ ചെയ്യാനായിട്ടൊരു ഷീറ്റ് വേണമല്ലോ. അതിനായിട്ടൊരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദ, 1/4 ടീസ്പൂൺ ഉപ്പ്, ഒരു മുട്ട, കളറിനായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. കളർ വേണ്ട എന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ഒഴിവാക്കാം കേട്ടോ. പിന്നെ ഏകദേശം ഒരു 1/4 കപ്പോളം വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് ലൂസായിട്ടുള്ളൊരു ബാറ്ററാക്കി എടുക്കണം. നമുക്കിനി ഇത് ചുട്ടെടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലൊരു മീഡിയം ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് മാവ് കോരി ഒഴിച്ച് നല്ല നൈസായിട്ട് പരത്തിയെടുക്കണം കേട്ടോ. ഫ്ലെയിം ഒരിക്കലും കൂട്ടി വയ്ക്കാൻ പാടില്ല. നന്നായിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഒരു സൈഡ് കുക്കായി കഴിയുമ്പോൾ തന്നെ നമുക്കത് എടുക്കാം കേട്ടോ. അത്രയ്ക്ക് നൈസായിട്ടാണല്ലോ നമ്മൾ പരത്തിയിരിക്കുന്നത്. ഇനി നമുക്കിതിനെ ഒന്ന് മുക്കി പൊരിക്കാനായിട്ട് ഒരു ബാറ്റർ കൂടെ തയ്യാറാക്കാം. ഒരു മുട്ട, ഒരു പിഞ്ച് ഉപ്പ്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 കപ്പ് പാൽ, ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. റെഡി. ഇനി നമുക്ക് ഫില്ല് ചെയ്ത് തുടങ്ങാം. അതിനായിട്ട് ആദ്യം മൈദയുടെ ഒരു ദോശ വെച്ച് കൊടുക്കുക. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഫില്ലിങ് നിറച്ച് കൊടുക്കുക. ഫില്ലിങ് നിറച്ചിട്ട് ഇതിൽ കാണുന്നത് പോലെ നമുക്ക് പൊതിഞ്ഞെടുക്കാവുന്നതാണ്. സൈഡ് രണ്ടും ആദ്യം ഒന്നിപ്പിക്കുക, പിന്നെ മറു സൈഡ് രണ്ടും ചേർത്ത് വയ്ക്കുക. റെഡി. എളുപ്പമാണ് കേട്ടോ, പൊട്ടിപ്പോകുമൊന്നുമില്ല. മൈദ ആയതുകൊണ്ട് അങ്ങനെ പൊട്ടിപ്പോകുന്ന പരിപാടിയൊന്നുമില്ല. റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ, ഒരു 2 ടേബിൾ സ്പൂണോളം മാത്രം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഈ ചിക്കൻ പൊതി മുട്ടയുടെ ബാറ്ററിൽ മുക്കി 2 സൈഡ് നന്നായിട്ടൊന്ന് മുക്കിയതിന് ശേഷം പാനിലേക്ക് വെച്ച് കൊടുക്കുക. ഇതും നമ്മൾ ലോ ഫ്ലെയിമിലായിരിക്കണം കുക്ക് ചെയ്യേണ്ടത്. തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. സൈഡുകളുമൊക്കെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. കുറച്ചധികം സമയം എടുക്കും കേട്ടോ. നമുക്ക് വേറെ ജോലികൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇത് കുക്ക് ചെയ്തെടുത്താൽ മതിയാകും. ലോ ഫ്ലെയിമിലിട്ട് എല്ലാ സൈഡും നന്നായിട്ട് മുരിച്ച് എടുക്കുക. ഇതുപോലെ കുത്തി നിർത്തി സൈഡും എല്ലാം കുക്ക് ചെയ്തെടുക്കുക. വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാർക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. വീഡിയോസ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുകയും വേണം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ സ്നാക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോടുകൂടി കഴിക്കാൻ നല്ല അടിപൊളി സ്നാക്കാണ് കേട്ടോ. അതിൻ്റെ ഉൾഭാഗം ഞാനൊന്ന് കാണിച്ചു തരാം. ഒരുപാട് എണ്ണയൊന്നുമില്ല. നമ്മൾ ചേർത്ത എണ്ണ എത്രയാണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി മറ്റൊരു അടിപൊളി വിഭവമായിട്ട് ഉടനെ തന്നെ കാണാം. ബൈ.